ഹായ്, എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടോ? നിങ്ങൾക്ക് എല്ലാവരും സുഖമാണോ? എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇന്നെന്താണെന്നറിയാൻ ഞാൻ പറയാൻ പോകുന്നത്, എന്നെ പോലെയുള്ള കുട്ടികൾക്ക് റെയിൽവേ കൺസെഷൻ കാർഡ് എങ്ങനെ ലഭിക്കാം. അതിനായി നമ്മൾ ആദ്യം ഒരു അക്ഷയ സെൻറ്ററിലോ കമ്പ്യൂട്ടർ സെൻറ്ററിലോ പോയി റെയിൽവേയുടെ ദിവ്യാഞ്ജൻ കാർഡ് അഥവാ EPICS അപേക്ഷയുടെ ഫോം ഡൗൺലോഡ് ചെയ്യണം. ഇനി ആ ഫോം പൂരിപ്പിച്ച് സർക്കാർ ആശുപത്രിയിലെ മെഡിക്കൽ സൂപ്രണ്ട് അടുത്ത് പോയി സാക്ഷ്യപ്പെടുത്തണം. നിങ്ങൾക്ക് ഹോമിയോ ഹോസ്പിറ്റലിൽ പോവാം, ആയുർവേദ ആശുപത്രിയിൽ പോവാം, അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവാം. അവിടെ നിന്ന് കുട്ടിയെ പരിശോധിച്ച് സർട്ടിഫിക്കറ്റിൽ ഒപ്പും സീലും വെച്ചുതരും. ഓഫീസ് സീൽ വയ്ക്കാൻ മറക്കരുത്. എന്നിട്ട് ആ ഫോമുമായി അക്ഷയയിലേക്ക് പോകണം. കുട്ടിയുടെ UID കാർഡ്, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ഫോട്ടോ തുടങ്ങിയ രേഖകൾ സ്കാൻ ചെയ്ത് ദിവ്യാഞ്ജൻ റെയിൽവേ കാർഡ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുക. അപേക്ഷ പരിശോധിച്ച ശേഷം റെയിൽവേ നമുക്ക് ദിവ്യാഞ്ജൻ ID കാർഡ് നൽകും. ഫോണിലാണ് മെസ്സേജ് വരിക. അത് നമ്മൾ അക്ഷയയിലോ കമ്പ്യൂട്ടർ സെൻറ്ററിലോ പോയി ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം. ഇനി കാർഡും കൊണ്ട് എന്താ ഗുണം അറിയണ്ടേ? നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ടിക്കറ്റ് അടക്കം പോവില്ലേ? അപ്പോൾ ഈ കാർഡ് കാണിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ കൂടെ വരുന്ന ഒരാൾക്കും കൺസെഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് ആ കാർഡ് കൊണ്ട് എല്ലായിടേക്കും യാത്ര ചെയ്യാം. ഇവിടുന്ന് ഡൽഹി വരെ പോകണമെങ്കിൽ ടിക്കറ്റ് കമ്മിയാണ്. AC-ക്കും കൺസെഷൻ ഉണ്ട്. അപ്പോൾ അപേക്ഷിക്കാത്തവർ ഓടിപ്പോയി അപേക്ഷിക്കുക. അപേക്ഷിച്ചവർ കാർഡും കൊണ്ട് ടൂർ പോവുക. ഇത് അറിയാത്തവർക്ക് അയച്ചു കൊടുക്കുക. എൻജോയ് ചെയ്യാതെ നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായോ? നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ഒരു കാര്യം കൂടെ, ആവശ്യക്കാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കല്ലേ. പിന്നെ ഒരു ലൈക്കും ഒരു കമൻറ്റും പ്ലീസ്. ബൈ.